ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുളിയിഞ്ചിയാണേ. അപ്പം അത് എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിലോട്ട് വരും. ഇത് പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ നാവിൽ കപ്പലോടും. നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് പുളിയാണ്. ഇത് ഒരു നാരങ്ങ വലിപ്പത്തിൽ ഞാൻ 1.5 കപ്പ് വെള്ളത്തിൽ 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക, സ്റ്റെയിനർ ഉപയോഗിക്കരുത്. അടുത്ത ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയാണ്. അത് ഒരു 1.5 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ച് ഇതാണിത്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഒരു 10 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ സ്കിപ്പായതാണ്, നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പുളിവെള്ളമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ചാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും വെള്ളം വറ്റി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ മധുരം കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും വെള്ളം വറ്റി കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. നമ്മുടെ വെള്ളമൊക്കെ കുറുകി വരുന്നുണ്ട്, വെള്ളം വറ്റി കുറുകി വരുന്നുണ്ട്. പുളിയിഞ്ചി അത്യാവശ്യം കുറുകി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 3-4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഒന്നുകൂടി തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടി സെറ്റാവും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.